ഉരുൾപൊട്ടൽ മേഖലയിലെ ജനങ്ങൾക്ക് അവർ ആവശ്യപ്പെടുന്ന സഹായങ്ങൾ നൽകുമെന്ന് നടൻ സന്തോഷ് പണ്ഡിറ്റ്. ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ച ശേഷം ഗൃഹോപകരണങ്ങൾ വാങ്ങി നൽകാമെന്ന് വാക്കു നൽകിയാണ് സന്തോഷ് പണ്ഡിറ്റ് മടങ്ങിയത്. ഉരുൾപൊട്ടൽ ബാധിച്ച പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തകർക്ക് നന്ദി പറയാനും ദുരന്തബാധിതരെ ആശ്വസിപ്പിക്കുന്നതിനുമൊക്കെ നിരവധി ആളുകളാണ് ഓരോ ദിവസങ്ങളും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടൻ സന്തോഷ് പണ്ഡിറ്റാണ്. താങ്കൾ ഇവിടെ വന്ന് കാണുമ്പോൾ നമ്മൾ ടിവിയിലൊക്കെ നിങ്ങൾ കാണുന്നതിനേക്കാളൊക്കെ ഭീകരമായി വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം ഞാൻ ഇവിടെ എല്ലാ ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന 80% ആളുകളും ഒരു ഗ്രാമത്തിലെ അവസ്ഥയാണ്. 80% ആളുകളും പോയി എന്നവർ പറഞ്ഞു. ഒരു 20% ആളുകളെ ബാക്കിയുള്ളൂ. പിന്നെ ഇവിടുത്തെ ഓരോ ഷോപ്പെല്ലാം കാണുമ്പോൾ നമ്മൾ ഒരു സൈഡ് അതല്ലേ കാണുന്നുള്ളൂ. ആ എഫക്റ്റ് ചെയ്തിരിക്കുന്ന ആ ഷോപ്പ് ഞാൻ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്ന ആ ഷോപ്പുടമ, അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ അല്ല, നമ്മൾ അതും നോക്കണമല്ലോ. അതേപോലെ ആ സ്കൂള്, നമ്മളിപ്പോൾ ആ സ്കൂള് ശരിക്കും പറഞ്ഞാൽ തുടക്കം മുതലേ ആ സ്കൂൾ കണ്ടിട്ടുണ്ട്, നമുക്ക് വേദന തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നേരിൽ വന്ന ആ സ്കൂൾ കാണുമ്പോഴാണ് എത്ര മനോഹരമായ ഒരു സ്ഥലത്താണ് സ്കൂൾ എന്നറിയാം. നമ്മളെപ്പോൾ ഈ ഒരു ഏരിയയല്ലേ കാണുന്നുള്ളൂ അല്ലേ. ഞാൻ പറഞ്ഞത് അതിങ്ങനെ ഒരു 360 ഡിഗ്രിയിൽ നിങ്ങളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഊട്ടിയിലെ കൊടൈക്കനാലോ ഒക്കെ ഉള്ള ഒരു സ്കൂൾ പോലെ ഉണ്ട്. അത്രയ്ക്ക് മനോഹരമായൊരു സ്കൂൾ, നല്ലൊരു അന്തരീക്ഷമാണ് അവിടെയൊക്കെ. പക്ഷെ ഞാനൊന്നും കഴിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ നോക്കുന്നത്, ഞാനിപ്പോൾ ക്യാമ്പിലേക്ക് നോക്കുമ്പോൾ അവിടെ ക്യാമ്പിൽ അത്യാവശ്യ സാധനങ്ങളെല്ലാം അല്ല അറ്റ് പ്രസന്റ് നമുക്ക് ഇനിയിപ്പോൾ പ്രായോഗിക തലത്തിൽ കാണാൻ പറ്റും. അവിടെ ഭക്ഷണമായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജനറലി ഓക്കെ എന്നാണ് പറയുന്നത്. പക്ഷേ അവർ തിരിച്ച് അവർ വീട് സർക്കാർ അല്ലെങ്കിൽ വേറെ പല ആളുകളും സ്പോൺസർ ചെയ്യുന്നുണ്ട്, അത് ഓക്കെയാണ്. സ്കൂള് ആരെങ്കിലും വെച്ചു കൊടുക്കും, അത് ഓക്കെയാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിലൊരു സ്ഥലമുണ്ട്. അതായത് നിങ്ങൾ ക്യാമ്പിൽ നിന്ന് ഇറങ്ങുകയും നിങ്ങൾക്ക് വീട് കിട്ടുകയും ചെയ്യുന്ന വരെയുള്ള ഒരു ടൈമുണ്ട്. ഈ സമയത്ത് അവരെന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. എന്നെ വിശ്വാസം കഴിയുന്നതും എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക. ഞാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പൈസയായിട്ട് തരുന്നില്ല. നിങ്ങൾക്ക് എന്ത് വേണം ചോദിച്ചോ അല്ലേ, അതല്ലേ വിഷമം തന്നെ. നിങ്ങൾക്ക് വിശന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഭക്ഷണം വാങ്ങി തരുന്നതിന് പകരം ഞാനിങ്ങനെ കുറേ നേരം ആലോചിച്ചു 10 ദിവസത്തിന് ശേഷം ചേട്ടൻ അന്ന് എന്നോട് വിശപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന് തന്നിട്ട് കാര്യമുണ്ടോ? വിശക്കുന്നവരെ ഇപ്പോൾ കൊടുക്കുക. അതേപോലെ ഇപ്പോൾ ക്യാമ്പിൽ നിൽക്കുന്നവർക്ക് ഇന്ന് ഈ നിമിഷം എന്താണ് ആവശ്യം അതാണ്, അല്ലെങ്കിൽ ക്യാമ്പ് അല്ലെങ്കിൽ ഇവിടെ ബാക്കിയുള്ളൂ. ഞാൻ വിചാരിച്ചു കുറച്ച് കുടുംബങ്ങളെങ്കിലും, സത്യം എൻ്റെ മനസ്സിൽ കുറച്ച് കുടുംബങ്ങളെങ്കിലും ബാക്കി ഉണ്ടാവും. അല്ല അവർക്ക് അല്ല, അതല്ല എനിക്ക് ചെയ്യാനുള്ളത്. മണ്ണിലിടുന്നവരെ ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യാനാണ് എന്നാണ് കരുതിയത്. പക്ഷേ എൻ്റെ ആ ഒരു ചിന്ത നേരെ വന്നപ്പോൾ എനിക്ക് വേദനിപ്പിക്കുന്നതായി. കാരണം അതെൻ്റെ മനസ്സിൽ പ്രളയം പോലത്തെ സാധനങ്ങളെല്ലാം വന്നപ്പോൾ നിങ്ങൾക്കറിയാം, പ്രളയം വന്നു സാർ അവിടെ തകർന്നു അല്ലെങ്കിൽ ഇതെന്ന് പറയുമ്പോൾ അങ്ങനെയായിരുന്നു എനിക്ക് ആളുകൾ കാണിച്ചു തന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നിടത്ത് എനിക്ക്, അതായത് ബാക്കി വന്ന സർവൈവ് ചെയ്ത ആളുകളെ എന്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് ചിന്തിക്കാനുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണ്. ഓരോരോ ക്യാമ്പുകളിൽ പോയിട്ട് ഏറ്റവും ടഫാവുന്ന ആളുകൾക്ക്, പിന്നെ ചില ആളുകൾക്ക് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ചിലർ പറഞ്ഞു സാർ ഇപ്പോൾ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല, അവർ പറഞ്ഞത് കറക്റ്റാണ്. പിന്നെ ഞാനാണെങ്കിൽ പൈസ കൊടുക്കുകയില്ല, പക്ഷേ സാധനം വാങ്ങിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ ഞാൻ നമ്പർ കൊടുത്തു, ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി ഇതാണ് നമ്പർ, നിങ്ങൾ എന്നാണോ വാടക വീട്ടിലേക്ക് കയറുന്നത് അന്ന് എന്നെ വിളിച്ചോളൂ അല്ലേ, അങ്ങനെയല്ലേ പറ്റുള്ളൂ. അപ്പം ഇന്ന് ഞാൻ കൂടുതൽ ഒന്ന് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു സങ്കടം വന്നു പോലെ, സങ്കടം നല്ല ഈ കാഴ്ച കാണുമ്പോൾ വളരെ വളരെ വേദനിപ്പിക്കുന്നതാണ്. അതോടൊപ്പം ഞാൻ പറയുന്നത് ഇവിടുത്തെ രക്ഷാപ്രവർത്തകരെയൊക്കെ നമ്മൾ സമ്മതിച്ചു, നമ്മൾ തൊഴുകണം അവരെയൊക്കെ. കാരണം അതിന്റെ ഒരു തീവ്രത ശരിക്കും പറഞ്ഞ് ഇവിടെ നമ്മൾ വെറുതെ ആ ടി വിയിൽ നമ്മൾ ആ ചെറിയ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് എത്രമാത്രം കിട്ടണമെന്നില്ല. അപ്പോൾ അത്രയും റിസ്ക് ഫാക്ടറിൽ നിന്നുകൊണ്ട് ഇപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെയാണ് തോന്നിയ ആള് എന്നോട് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞു, ഇവിടെ ഇങ്ങനെയൊന്നും അല്ല സാർ, ഇത്രയും മണ്ണുണ്ടായിരുന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോഴേ നമുക്കത് തോന്നുന്നുണ്ട്. മാത്രമല്ല ആ പുഴയൊക്കെ ഇപ്പോഴും കുത്തിയൊലിക്കുന്നുണ്ട്. ഇപ്പോൾ ലേശം വെയിലൊക്കെ ഉണ്ട്, എന്നിട്ട് പോലും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്നും ആ ആദ്യ ദിവസങ്ങളിലടക്കം ഇന്ന് വരെ രക്ഷാപ്രവർത്തകർക്ക് വലിയ സല്യൂട്ട് കൊടുക്കുക എന്നല്ലാതെ തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം ഉണ്ട്, അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റും. നമ്മളെയൊക്കെ സാർ, നമ്മൾ അംബാനിയുടെ മോനൊന്നും അല്ല, നമുക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് നമുക്ക് അതാത് മാസം നമ്മളെ വീഡിയോ ഒക്കെ ആളുകൾ നമ്മുടെ സിനിമേൻ്റെ ഒക്കെ വീഡിയോ കാണുമ്പോൾ കിട്ടുന്ന ചെറിയ വരുമാനമേ ഉള്ളൂ. വർഷത്തിലൊരു സിനിമ. ഇപ്പോൾ കേരള ലൈവ് എന്ന് പറഞ്ഞ സിനിമ അതിൻ്റെ ഇടയിലാണ് ഇപ്പോഴൊക്കെ അങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ ഞാൻ കർണാടക പോയി വന്നിട്ടുള്ളൂ, അറിയാലോ, അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് പരിമിതികളുണ്ട്. ആ പരിമിതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനുണ്ട് കൂടെ. പിന്നെ ഒത്തൊരുമ, അതൊരു ഭയങ്കര കാര്യമല്ലേ. ഇപ്പം DYFകാരനായാലും യൂത്ത് കോൺഗ്രസിനായാലും യുവമോർച്ചക്കാരനായാലും എല്ലാവരും തോളോട് തോൾ ചേർന്നാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ 2018 ഈ ഒരു ഒത്തൊരുമ കാണിച്ചിട്ടുണ്ട് അല്ലേ, ശരിയല്ലേ? 2018 കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ അതുകൊണ്ട് തന്നെയാണ് കുറേ വരുമ്പോൾ നമ്മൾ ഒന്നാവും. അതെ 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 അതുണ്ട്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന്റെ തീവ്രത കുറയ്ക്കാനെങ്കിൽ നമുക്ക് സാധിക്കുന്നത്. അന്ന് പ്രളയ സമയത്തും ഇപ്പോഴായാലും പറ്റിയത് അതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും
അവരോട് വളരെ നന്ദി പറയുന്നു. എന്തായാലും ഈ ദുരന്ത ബാധിതരോടൊപ്പമാണ് അദ്ദേഹം. ഈ ദുരിതമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ക്യാമ്പുകളിൽ നിന്നൊക്കെ മടങ്ങി ഒരു സ്വന്തം നിലയിൽ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ സഹായം നൽകാമെന്ന് ഉറപ്പ് നൽകിയാണ് മടങ്ങുന്നത്. ഫോൺ നമ്പർ അടക്കം നൽകിയിട്ടുണ്ട്. അവർക്ക് അദ്ദേഹത്തെ വിളിക്കാം. അദ്ദേഹത്തിന്റെ ജീവിത മാർഗത്തിൽ നിന്നും സമ്പാദിക്കുന്ന പണം ചെലവഴിച്ച് തന്നെ ഇവരെ സഹായിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. നമുക്ക് പറ്റാവുന്ന കുറെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് വിചാരിക്കുന്നത്. ഇന്ന് തന്നെ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്.